സോഷ്യൽ സയൻസിലെ 5-ാമത്തെ അധ്യായം ഭൂപടങ്ങളുടെ പൊരുൾ തേടി എന്ന പാഠഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചത് എന്താണ് ഭൂപടം, ഭൂപടങ്ങൾ എങ്ങനെ നിർമ്മിക്കാം, ആദ്യകാലങ്ങളിലെ സഞ്ചാരികൾ, ലോകം ചുറ്റാനിറങ്ങിയ സഞ്ചാരികൾക്ക് എങ്ങനെയാണ് ഭൂപടങ്ങൾ സഹായകമായത്, തുടർന്ന് ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ചില ഭൂപടങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. ആ ഭൂപടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന രീതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് പാഠത്തിൻ്റെ അവസാന ഭാഗമാണ്. അതായത് ഒരു ഭൂപടത്തിലെ ഏതെല്ലാം രീതിയിലുള്ള കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടിരിക്കുന്നത്, അത് ഏതെല്ലാമാണ്, എന്തിനാണ് അത് ആ ഭൂപടത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും, അതോടൊപ്പം തന്നെ ഭൂപടങ്ങളിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള നിറങ്ങളും, അംഗീകൃത നിറങ്ങളും അതുപോലെ തന്നെ അംഗീകൃത ചിഹ്നങ്ങളും ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ. ആദ്യം നമുക്ക് ഭൂപടത്തിൽ ഉപയോഗിക്കുന്ന അത്യാവശ്യ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. തലക്കെട്ട്, ടൈറ്റിൽ, അതുപോലെ തന്നെ തോത്, സ്കെയിൽ, ദിക്ക്, ഡയറക്ഷൻ, അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം, ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്, അതുപോലെ തന്നെ അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും, കൺവെൻഷണൽ സിംബൽസ് ആൻഡ് കളേഴ്സ്, അതുപോലെ തന്നെ ഇൻഡെക്സ്, സൂചിക, ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. തലക്കെട്ട് അഥവാ ടൈറ്റിൽ എന്ന് പറയുന്നത് ഏതൊരു ഭൂപടത്തെയും അത് എന്തിനെയാണോ കാണിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഭൂപ്രകൃതിയാണെങ്കിൽ ഭൂപ്രകൃതി, കാലാവസ്ഥയാണെങ്കിൽ കാലാവസ്ഥ, അതുപോലെ തന്നെ അതിർത്തിയൊക്കെ സൂചിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെയും രാജ്യങ്ങളുടെയൊക്കെ അതിർത്തിയും പ്രധാനപ്പെട്ട സിറ്റികളൊക്കെ സൂചിപ്പിക്കുന്ന രാഷ്ട്രീയ ഭൂപടം, അങ്ങനെയുള്ള ഭൂപടത്തിനാണ് രാഷ്ട്രീയ ഭൂപടം എന്ന് പറയുക. അത്തരത്തിലുള്ള ഭൂപടങ്ങൾ കാണിക്കുന്നതാണെങ്കിൽ ആ രാഷ്ട്രീയ ഭൂപടം എന്നുള്ള ഹെഡിങ് ഉണ്ടാവും. അപ്പോൾ ഈ മാപ്പ് എന്തിനെ കുറിച്ചാണോ അതിനെ സൂചിപ്പിക്കുന്നതാണ് തലക്കെട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, അടുത്ത ആവശ്യഘടകം എന്ന് പറയുന്നത് തോതായിരുന്നു. അടുത്ത ഭൂപടങ്ങളിലെ അടുത്ത പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് തോതാണ്, സ്കെയിൽ എന്ന് പറയുന്നതാണ്. തോതിനെ കുറിച്ച് നമുക്ക് പറയാം. ആദ്യമായി നമുക്ക് നമ്മുടെ സ്കൂളിന്റെ ഒരു മാപ്പ് അല്ലെങ്കിൽ ഒരു പ്ലാൻ വരക്കാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്കൂളിന്റെ അളവെടുക്കണം. അങ്ങനെ നമ്മൾ സ്കൂളിന്റെ അളവെടുത്തപ്പോൾ നമുക്ക് കിട്ടിയത്, നമ്മുടെ സ്കൂളിന്റെ നീളം എന്ന് പറയുന്നത് 30 മീറ്ററും നമ്മുടെ സ്കൂളിന്റെ വീതി എന്ന് പറയുന്നത് 10 മീറ്ററുമാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒരു A4 ഷീറ്റാണ്. അപ്പോൾ ഒരു A4 ഷീറ്റിൽ 30 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുമുള്ള ഒരു ബിൽഡിങ്ങിന്റെ ചിത്രം വരയ്ക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. കാരണം A4 ഷീറ്റ് വളരെ ചെറുതാണ്. അതാകെ 10-15 സെന്റിമീറ്റർ ഒക്കെ വീതിയേ ഉള്ളൂ, 20 സെന്റിമീറ്റർ വീതിയൊക്കെ ഉള്ളൂ A4 ഷീറ്റ്. അതിലൊരിക്കലും 30 മീറ്ററും 10 മീറ്ററും ഒന്നും ഉൾക്കൊള്ളിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബിൽഡിങ്ങിന്റെ 30 മീറ്റർ എന്നുള്ളത് 30 സെന്റിമീറ്റർ എന്നാക്കി മാറ്റുകയും 10 മീറ്റർ എന്നുള്ളത് 10 സെന്റിമീറ്റർ ആക്കി മാറ്റുകയും ചെയ്തുകൊണ്ട് ഒരു ചിത്രം വരയ്ക്കും. A4 ഒരു ചിത്രം വരയ്ക്കും. എന്നിട്ട് ആ ചിത്രത്തിന്റെ താഴെ നമ്മൾ എന്ത് എഴുതി വെക്കും? 1 സെന്റിമീറ്റർ സമം 1 മീറ്റർ. അതാണ് തോത്. അതായത് ചിത്രത്തിലെ 1 സെന്റിമീറ്റർ സമം 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭൂമിയിലെ 1 മീറ്ററിന് തുല്യമാണ്. അങ്ങനെ എഴുതി വെക്കും. അതാണ് തോത് എന്ന് പറയുന്നത്. അങ്ങനെ ആ തോത് കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇപ്പൊ വേറെ ഒരു വ്യക്തിക്ക് നമ്മളെ ചിത്രം കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് മനസ്സിലാക്കാം? ഈ തോത് നോക്കുമ്പോൾ 1 സെന്റിമീറ്റർ സമം 1 മീറ്റർ. അപ്പോൾ ഈ കുട്ടികൾ വരച്ച ചിത്രത്തിൽ 30 സെന്റിമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. അപ്പോൾ 30 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 30 ഇൻറ്റു 30. അപ്പം എത്ര മീറ്റർ കിട്ടും? 30 മീറ്റർ ആണ് എന്ന് അയാൾക്ക് മനസ്സിലാക്കാം. 1 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 1 മീറ്റർ ആകുമ്പോൾ 30 സെന്റിമീറ്റർ ഉള്ളത് 30 മീറ്റർ ആണെന്ന് അവർക്ക് മനസ്സിലാക്കാം. ഭൂപടം നോക്കുന്ന ആർക്കും തോത് ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ യഥാർത്ഥ ദൂരം മനസ്സിലാക്കാം. നമ്മൾ വരച്ച ചിത്രത്തിൽ സെന്റിമീറ്ററിലാണ് വരച്ചത് എങ്കിലും ഈ തോത് നോക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഭൂമിയിലുള്ള ദൂരം മനസ്സിലാക്കാൻ സാധിക്കും. 1 സെന്റിമീറ്റർ സമം 1 മീറ്റർ എന്നാവുമ്പോൾ 10 സെന്റിമീറ്റർ എന്നുള്ളതാണെങ്കിൽ 10 മീറ്റർ ആവും. അതുപോലെ തന്നെ 100 സെന്റിമീറ്റർ എന്നുള്ളതാണെങ്കിൽ 100 മീറ്റർ ആവും. ഇങ്ങനെയൊക്കെ നമുക്ക് കൃത്യമായ ദൂരം നമുക്ക് തോത് ഉപയോഗിച്ച് കണക്കാക്കാം. അപ്പൊ തോതിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുകയാണെങ്കിൽ, അത് നിർവചനം എന്ന് പറയുകയാണെങ്കിൽ, ഭൂമിയിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം
ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് തോത്. ഇപ്പൊ നമ്മൾ നേരത്തെ എടുത്ത ആനുപാതിക അകലം എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ സമം 1 മീറ്റർ എന്നുള്ള ആനുപാതിക അകലമായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ ആനുപാതിക അകലം എടുക്കുന്നതിനെയാണ് തോത് എന്ന് പറയുന്നത്. തോത് ഉപയോഗിച്ച് എത്ര വലിയ ഭൂപ്രദേശങ്ങളും നമുക്ക് ചെറിയ ഷീറ്റിലൊക്കെ ചെറിയ കടലാസിൽ വരയ്ക്കാൻ സാധിക്കും. തോത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര വലിയ പ്രദേശങ്ങളാണെങ്കിലും നമ്മുടെ ഭൂമിയിലെ മൊത്തം പ്രദേശങ്ങളും നമുക്ക് തോത് ഉപയോഗിച്ച് ഒരു ചെറിയ ഷീറ്റിൽ വരയ്ക്കാൻ സാധിക്കും. അപ്പൊ തോത് എന്ത് ചെയ്യും? കൂടും. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ചിലപ്പോൾ 10,000 കിലോമീറ്റർ ഒക്കെ ആയി മാറും. പക്ഷെ അളവ് എന്തായാലും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ തോത് ഉപയോഗിച്ച് ഭൂപ്രദേശങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ ദൂരം കണക്കാക്കാൻ സാധിക്കുന്നു. അതായത് നമ്മളിപ്പോൾ സ്കൂളിൻ്റെത് കണക്കാക്കിയ പോലെ തന്നെ തോത് 10 സെന്റിമീറ്റർ എന്നുള്ളത് 10 മീറ്റർ എന്നുള്ള കണക്കാക്കിയ പോലെ നമുക്ക് ഏത് ഭൂപടത്തിന്റെയും തോതുകൾ ഉപയോഗിച്ചുകൊണ്ട് ദൂരം കണക്കാക്കാം. ഇനി പ്രധാനമായും 3 തരം തോതുകളുണ്ട് എന്നാണ് പറയുന്നത്. ആ തോതുകളുടെ പേര് ഞാൻ പറയുകയാണ്. തോതുകളുടെ രീതി, തോതുകൾ രേഖപ്പെടുത്തുന്ന രീതികൾ 3 ഉണ്ട്. മാപ്പുകളിൽ തോതുകൾ രേഖപ്പെടുത്തുന്ന 3 രീതികളുണ്ട്. ആ 3 രീതികളുടെ പേരാണ്: 1 പ്രസ്താവന രീതി, 2 ഭിന്നക രീതി, 3 രേഖാരീതി. ഇതിന്റെ പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇതിന്റെ വിശദമായ കാര്യങ്ങൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കാനുള്ളത്. അതപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിന്റെ ക്ലാസ്സുകൾ നമ്മൾ പറയുന്നുണ്ട്. ഇനി ഭൂപടത്തിന്റെ എസെൻഷ്യൽ എലമെന്റായ മറ്റൊരു ഘടകമാണ് ദിക്കുകൾ, ഡയറക്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഡയറക്ഷൻ, ദിക്കുകൾ 4 പ്രധാനമായുള്ളത്. 1 ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. ചിത്രത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാകും. താഴെ ഭാഗത്തുള്ളത് തെക്ക്, താഴെ തെക്ക് എന്നോർത്താൽ മതി. മുകളിൽ വടക്ക്, തെക്കിന് നേരെ ഓപ്പോസിറ്റ് വടക്ക്. അതുപോലെ നമ്മുടെ വലത് കൈന്റെ ഭാഗത്തുള്ളത് കിഴക്ക്, നമ്മുടെ ഇടത് കൈന്റെ ഭാഗത്തുള്ളത് പടിഞ്ഞാറ്. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട ദിക്കുകളാണുള്ളത്: തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഇതിനെ കൂടാതെ 4 ഉപദിക്കുകളുമുണ്ട്, സബ് ഡിവിഷൻസ് ഉണ്ട് ദിക്കുകൾക്ക്. ആ ഉപദിക്കുകൾ പറയുന്നത് തെക്ക്, വടക്ക് എന്നുള്ള പേരുകളിലാണ് അത് തുടങ്ങുക. അതായത് ഉദാഹരണമായി തെക്കിനും കിഴക്കിനുമുള്ള ദിശ പറയുമ്പോൾ നമ്മൾ തെക്ക് വെച്ചാണ് തുടങ്ങുക. അതായത് തെക്ക് കിഴക്ക്. തെക്കിനും പടിഞ്ഞാറിനും ഇടയിലുള്ളത് പറയുമ്പോൾ നമ്മൾ തെക്ക് വെച്ചാണ് പറയുക, തെക്ക് പടിഞ്ഞാറ്. ഇനി വടക്കിനും കിഴക്കിനും ഇടയിലുള്ളത് നമ്മൾ പറയുമ്പോൾ വടക്ക് വെച്ചാണ് തുടങ്ങുക, വടക്ക് കിഴക്ക്. വടക്കിനും പടിഞ്ഞാറുമാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെ പറയും. ദിക്കുകൾ കണ്ടെത്തുന്നതിനുള്ള ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം, മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത്. അതിന്റെ ചിത്രമാണ് ഈ കാണുന്നത്. അതിലും എന്ത് കാണാം? നമുക്ക് ദിശകൾ കാണാം. അടിയിൽ സൗത്ത്, മുകളിൽ നോർത്ത്, വലത് ഭാഗത്ത് ഈസ്റ്റ്, ഇടത് ഭാഗത്ത് വെസ്റ്റ് പടിഞ്ഞാറ്. അതിന്റെ ഉപദിക്കുകൾ, സബ് ഡിവിഷൻ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ്, അതായത് തെക്ക് പടിഞ്ഞാറ്, സൗത്ത് ഈസ്റ്റ് തെക്ക് കിഴക്ക്, നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്ക്, നോർത്ത് വെസ്റ്റ് വടക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെയുള്ള ദിക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഭൂപടങ്ങളിൽ സ്ഥലങ്ങളുടെ കൃത്യമായ സ്ഥാനം മനസ്സിലാക്കുന്നതിന് വേണ്ടി ദിക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തതായി ഭൂപടങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത മറ്റൊരു ഘടകമാണ് അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും, ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ്സ്. ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. താഴോട്ടുള്ള രേഖകളും കാണുന്നുണ്ട്, വശങ്ങളിലോട്ടുള്ള രേഖകളും കാണുന്നുണ്ട്. ഈ താഴോട്ടുള്ള രേഖകളാണ് രേഖാംശ രേഖകൾ, താഴേക്കുള്ള രേഖകളാണ് രേഖാംശ രേഖകൾ അഥവാ ലോങ്ങിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. വശങ്ങളിലേക്കുള്ള രേഖകളാണ് ലാറ്റിറ്റ്യൂഡ്സ് അഥവാ അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. ചിത്രത്തിൽ നമുക്ക് ഏറ്റവും മധ്യത്തിലായി ഒരു അക്ഷാംശ രേഖ കുറച്ച് കറുപ്പ് നിറം കൂട്ടി മധ്യത്തിലായി വരച്ചത് കാണാം. ഈ മധ്യത്തിലുള്ള അക്ഷാംശ രേഖയുടെ അളവ്, അതുപോലെ തന്നെ എല്ലാ അക്ഷാംശ രേഖകളുടെയും അളവ് ഡിഗ്രിയിലാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഈ മധ്യഭാഗത്തായി കാണുന്ന അക്ഷാംശ രേഖയുടെ അളവ് എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. അവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് 90 ഡിഗ്രി വരെ, ഉത്തര ധ്രുവം വരെ 90 ഡിഗ്രി വരെ പോകും. താഴേക്ക് ദക്ഷിണ ധ്രുവം വരെ 90 ഡിഗ്രി വരെ പോകും. അതായത് 0 അവിടെ നിന്ന് 1, 2, 3, 4, 5, 6 അങ്ങനെ 90 ഡിഗ്രി വരെ ഉത്തര ധ്രുവത്തേക്കും രേഖകൾ വരക്കാറുണ്ട്. താഴേക്ക് ദക്ഷിണ ധ്രുവത്തിലേക്കും 90 ഡിഗ്രി വരെ രേഖകൾ വരക്കാറുണ്ട്. അപ്പോൾ ഭൂമിയിൽ, അതായത് ഗ്ലോബിൽ 90 ഡിഗ്രി വടക്കു ഭാഗത്തുള്ള അക്ഷാംശ രേഖയെ, അതായത് മുകളിലുള്ള അക്ഷാംശ രേഖ, ഏറ്റവും മുകളിലുള്ള അക്ഷാംശ രേഖയായിരിക്കും 90 ഡിഗ്രി എന്ന് പറയുന്നത്.
ആ അക്ഷാംശത്തെ ഉത്തര ധ്രുവം എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ 90 ഡിഗ്രി ഏറ്റവും താഴെ തെക്ക് ഭാഗത്ത് 90 ഡിഗ്രിയുള്ള അക്ഷാംശ ഭാഗത്തെ ദക്ഷിണ ധ്രുവം എന്നും വിളിക്കുന്നു. ദക്ഷിണം എന്ന് പറഞ്ഞാൽ തെക്ക് എന്നാണ് അർത്ഥം, ഉത്തരം എന്ന് പറഞ്ഞാൽ വടക്ക് എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ദക്ഷിണ ധ്രുവം ഉത്തര ധ്രുവം എന്ന് പറയുന്നത്. അപ്പോൾ 90 ഡിഗ്രിയിലുള്ള അക്ഷാംശ രേഖകൾ മുകളിലാണെങ്കിൽ അതിനെ ഉത്തര ധ്രുവ ഭാഗമെന്നും, ആ 90 ഡിഗ്രി അക്ഷാംശ രേഖ താഴെ ഭാഗത്ത് തെക്ക് ഭാഗത്താണെങ്കിൽ അതിനെ ദക്ഷിണ ധ്രുവം എന്നും വിളിക്കുന്നു. അപ്പോൾ അക്ഷാംശ രേഖകൾക്ക് ഒരു ഡെഫിനിഷൻ ഉണ്ട്, ലാറ്റിറ്റ്യൂഡ്സിന് ഒരു നിർവചനമുണ്ട്. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി, ഭൂമധ്യരേഖയാണ് കറുത്ത നിറത്തിൽ കാണുന്നത്, ആ കറുത്ത നിറത്തിൽ വശങ്ങളിലേക്ക് കാണുന്ന, താഴോട്ടല്ല വശത്തേക്ക് കാണുന്ന കറുത്ത രേഖ ഭൂമധ്യരേഖയാണ്. ആ ഭൂമധ്യരേഖയ്ക്ക് സമമായി അതിന്റെ മുകളിലും താഴെയൊക്കെ കാണുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ. അങ്ങനെയുള്ള വൃത്താകൃതിയിൽ ഭൂമിയെ ചുറ്റി വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഈ രേഖകളൊന്നും ഭൂമിയിലുള്ള രേഖകളല്ല, മറിച്ച് നമ്മുടെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാപ്പ് വരയ്ക്കുമ്പോഴും ഗ്ലോബ് തയ്യാറാക്കുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും എന്ന് പറയുന്നത്. ഇനി രേഖാംശ രേഖകൾ താഴോട്ടാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ലോങ്ങിറ്റ്യൂഡ്സ് താഴോട്ടുള്ള രേഖകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതായത് ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്കുള്ള താഴോട്ടുള്ള രേഖകളാണ് രേഖാംശ രേഖകൾ. ഇതിന്റെയും അളവുകൾ ഡിഗ്രിയിലാണ് രേഖപ്പെടുത്തുക. 0 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെ ഇങ്ങനെ രേഖാംശ രേഖകൾ വരയ്ക്കാറുണ്ട്. 0 ഡിഗ്രി, 1 ഡിഗ്രി, 2 ഡിഗ്രി, അങ്ങനെ 180 ഡിഗ്രി വരെയുള്ള രേഖാംശ രേഖകൾ നമുക്ക് ഭൂമിയിൽ വരച്ചു ചേർക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് രേഖാംശ രേഖയുടെ നിർവചനം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും, അതായത് മുകൾ ഭാഗത്തെയും താഴ്ഭാഗത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളെയാണ് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത് വൃത്താകൃതിയായിരുന്നു. എന്നാൽ രേഖാംശ രേഖ എന്ന് പറയുന്നത് ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തേക്ക് അർദ്ധവൃത്താകൃതിയിലാണ്, പൂർണ്ണമായ വൃത്താകൃതിയിലല്ല. ഒരു സൈഡിൽ മാത്രമേ വൃത്തമുള്ളൂ, ആ സൈഡിൽ വേറൊരു ഭാഗമായിട്ടാണ്, വേറൊരു വൃത്തം പോലെയാണ്, വേറൊരു അർദ്ധവൃത്തമായിട്ടാണ് അത് വരിക. പൂർണ്ണമായ വൃത്തമല്ല രേഖാംശ രേഖകൾ. അപ്പോൾ രേഖാംശ രേഖകൾ എന്ന് പറയുന്നത് ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തേക്ക് വരക്കുന്ന രേഖകളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിലുള്ള സ്കൂളിലൊക്കെയുള്ള ഗ്ലോബൊക്കെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഈ 0 ഡിഗ്രി രേഖാംശ രേഖ ഏതാണ്, 0 ഡിഗ്രി അക്ഷാംശ രേഖ ഏതാണ്, 180 ഡിഗ്രി രേഖാംശ രേഖ ഏതാണ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രേഖകളും അക്ഷാംശങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കും. ആ സ്ഥലങ്ങളിൽ നിൽക്കുന്ന ആ അക്ഷാംശ രേഖകളും രേഖാംശ രേഖയ്ക്കിടയിലും ഒക്കെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്, നമ്മുടെ ഇന്ത്യ ഏത് രേഖാംശവും അക്ഷാംശത്തിനൊക്കെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഗ്ലോബ് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഭൂപടത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത മറ്റൊരു ഘടകമാണ് അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും എന്ന് പറയുന്നത്. അതായത് പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, ജലാശയങ്ങൾ, ഗതാഗത മാർഗങ്ങളായ റോഡുകൾ, റെയിൽവേ, അതുപോലെ തന്നെ പാർപ്പിടങ്ങൾ, അതുപോലെ തന്നെ കൃഷിയിടങ്ങൾ തുടങ്ങിയവ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ അന്തർദേശീയമായി അംഗീകരിക്കപ്പെട്ട നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നു. അതായത് ലോകമെമ്പാടുമുള്ള ആളുകൾ അംഗീകരിച്ച നിറങ്ങളും ചിഹ്നങ്ങളും, അല്ലെങ്കിൽ ഇങ്ങനെ ലോകമെമ്പാടുമുള്ള ആളുകൾ അംഗീകരിച്ച നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കാൻ കാരണം ലോകത്തുള്ള ഏത് വ്യക്തിക്ക് ഭൂപടം എടുത്ത് നോക്കിയാലും ഈ നിറം അതിനെയാണ് സൂചിപ്പിക്കുന്നത്, ഈ ചിഹ്നം ഇന്ന കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നേരെ മറിച്ച് ഓരോ നാട്ടിലും ഓരോ ചിഹ്നങ്ങളാണ്. ഓരോ പർവ്വതങ്ങൾക്ക് വേറെ ചിഹ്നമാണ്, ഒരു നാട്ടിൽ പർവ്വതത്തിന് വേറെ ചിഹ്നമാണ്, ഒരു നാട്ടിൽ പർവ്വതത്തിന് വേറൊരു ചിഹ്നമാണ്. അപ്പോൾ പലതരം ചിഹ്നങ്ങളും കളറുകളുമാണെങ്കിൽ ഒരു നാട്ടിലെ ഭൂപടം മറ്റൊരു നാട്ടിലെ, അതായത് ഒരു സഞ്ചാരി, ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ഇന്ത്യയിലെത്തി കഴിഞ്ഞാൽ, ഒരു അമേരിക്കക്കാരൻ ഇന്ത്യയിലെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇന്ത്യയുടെ ഭൂപടം നോക്കാൻ പ്രയാസമാകും. അപ്പോൾ ആ പ്രയാസം ഒഴിവാക്കാൻ വേണ്ടി ലോകത്തിലെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കപ്പെട്ട നിറങ്ങളും ചിഹ്നങ്ങളും ഭൂപടത്തിൽ ഉപയോഗിക്കുന്നു. ആ ഭൂപടത്തിലെ നിറം എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളിലും ആ നിറം എന്ന് പറയുന്നത് ഒരു നിശ്ചിതമായ കാര്യത്തെയാണ് സൂചിപ്പിക്കുക.
അടുത്ത ഒരു ഘടകമാണ് എസൻഷ്യൽ എലമെന്റ് ആണ് സൂചിക എന്ന് പറയുന്നത്. ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കാണിക്കുന്നതിനാണ് സൂചിക അഥവാ ഇൻഡെക്സ് ഉപയോഗിക്കുന്നത്. ആ ഇൻഡെക്സ് ഭൂപടങ്ങളുടെ താഴെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ കേരളത്തിന്റെ മാപ്പ് കണ്ടപ്പോൾ ആ മാപ്പിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്, മാപ്പിൽ ഇന്ന കളർ, പച്ച കളർ ഇതിനെ സൂചിപ്പിക്കുന്നു. അങ്ങനെയുള്ള സൂചനകളാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഒരു ഭൂപടത്തിൽ കൊടുത്ത ഇൻഡെക്സിന്റെ ചിത്രമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആ ഇൻഡെക്സിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഭൂപടത്തിൽ കാണുന്ന ഈ രീതിയിലുള്ള വരകൾ സംസ്ഥാന അതിർത്തിയാണ്, കുറച്ചുകൂടി വലിയ വരകൾ ജില്ലാ അതിർത്തിയാണ്. അതുപോലെ തന്നെ വിമാനത്തിന്റെ ചിഹ്നമുണ്ടെങ്കിൽ അവിടെ വിമാനത്താവളമാണ്, കപ്പലിന്റെ ചിഹ്നമുണ്ടെങ്കിൽ അവിടെ തുറമുഖമാണ്, ബീച്ചാണ്. അതുപോലെ തന്നെ ടി എന്നുള്ള ചിഹ്നം പച്ച കളറിൽ ഉണ്ടെങ്കിൽ അവിടെ ടൂറിസത്തിന് സാധ്യതയുള്ള പ്രദേശമാണ് എന്നിങ്ങനെയുള്ള സൂചകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സൂചന നോക്കിക്കൊണ്ട് നമുക്ക് ഭൂപടം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പറയാനുള്ളത്. എന്താണ് ഭൂപടം? അതായത് വിശാലമായ ഭൂപ്രദേശങ്ങളുടെ കടലാസിലുള്ള വ്യക്തവും കൃത്യവുമായ ചിത്രീകരണമാണ് ഭൂപടം. ഈ ഭൂപടങ്ങളിലെ ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്, തോത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മൾ പ്രധാനമായും മനസ്സിലാക്കിയത് ആധുനിക ലോകത്ത് ഭൂപടങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. യാത്രയിലാണെങ്കിലും മറ്റു പഠനാവശ്യങ്ങൾക്കാണെങ്കിലും പ്രാധാന്യമുണ്ട്. മാത്രമല്ല വ്യത്യസ്തമായ ഭൂപടങ്ങളാണ്. ഓരോ വിഷയങ്ങളിലുള്ള ഭൂപടങ്ങളുമുണ്ട്. അത് നിരവധി മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ ഭൂപട നിർമ്മാണം ഇന്നത്തെ കാണുന്ന ഈ കൃത്യവും വ്യക്തവുമായ രീതിയിലേക്ക് ഭൂപടങ്ങൾ എത്തിയത് പഴയ കാലത്ത് ഒരുപാട് ചരിത്രമുണ്ട് ഭൂപടങ്ങൾക്ക്. കാരണം ഒരുപാട് ചെറിയ ഭൂപടത്തിൽ നിന്ന് ഒരുപാട് വേണ്ടത്ര കൃത്യവും വ്യക്തവുമല്ലാത്ത വിവരങ്ങളുള്ള ഭൂപടങ്ങളിൽ നിന്നാണ് ഇന്നത്തെ പോലെ നല്ല കൃത്യമായ ഭൂപടങ്ങളിലേക്ക് മനുഷ്യൻ വളർന്നു കഴിഞ്ഞത്. അതുപോലെ തന്നെ ഭൂപടങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട എസെൻഷ്യൽ എലമെന്റ്സ് ആണ് തലക്കെട്ട് വേണം, അതിന് തോത് വേണം, ദിക്ക് വേണം, അക്ഷാംശം വേണം, രേഖാംശം വേണം, അംഗീകൃതമായ നിറങ്ങളും ചിഹ്നങ്ങളും സൂചിയും ഒക്കെ വേണം. നമ്മൾ പറഞ്ഞത് ഭൂപടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള അത്യാവശ്യ ഘടകങ്ങളും അതുപോലെ തന്നെ ഭൂപടത്തിൽ ഉപയോഗിക്കുന്ന അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളുമാണ്. ഇത്രയും വിവരങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. വീണ്ടും അടുത്ത പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.